ഫാറ്റി ലിവർ. പേര് പോലെ തന്നെ ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ. അതുപോലെ തന്നെ ലിവറിൻ്റെ കോശങ്ങളിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലിവറിൻ്റെ കോശങ്ങൾ നശിക്കുന്ന ഒരവസ്ഥ. ലിവറിന് 200-ൽ പരം ഫങ്ഷൻസ് ഡെയിലി ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരുവിധം എല്ലാ ഫങ്ഷനും ലിവറുമായിട്ട് കണക്റ്റഡ് ആണ്. ഈവൻ നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസും പുറന്തള്ളപ്പെടുന്നതും ഈ ലിവറിലൂടെ തന്നെയാണ്. ഫാറ്റി ലിവർ 2 തരമാണ്. അതായത് ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടാകുന്ന ഫാറ്റി ലിവറും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന, അതായത് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കൂടുന്നതും സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ടാകുന്ന ഫാറ്റി ലിവറാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവറായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കാണപ്പെടുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഫാറ്റി ലിവറാണ്. ഫാറ്റി ലിവർ നമ്മൾ കണ്ടുപിടിക്കുന്നത് സാധാരണ വേറെ വല്ല അസുഖത്തിനും USG എടുത്ത് നോക്കുമ്പോഴാണ് ഫാറ്റി ലിവർ 1 അല്ലെങ്കിൽ 2ാമത്തെ ഗ്രേഡായിട്ട് നോക്കുന്നത്. അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെയും വരും. എന്നാൽ നമുക്ക് സിംറ്റം വൈസ് പറയുകയാണെങ്കിൽ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു മന്തിപ്പ്, വിശപ്പില്ലായ്മ, മസിൽസൊക്കെ പെയിൻ, അതുപോലെ മെലിഞ്ഞിരിക്കുക. ചിലരിലൊക്കെ നമുക്ക് ഈ കാലിൽ ചെറിയ സർക്കുലർ ഇറപ്ഷൻസും കാണാം. പിന്നെ കൂടിയ സ്റ്റേജിലൊക്കെ ഒരു ഓക്കാനമായിട്ടും അങ്ങനെയുള്ള മഞ്ഞപ്പിത്തമായിട്ടൊക്കെ കാണാൻ സാധിക്കും. ഫാറ്റി ലിവർ മിക്കപ്പോഴും നമ്മൾ കാണുന്നത് ഈ തടിയുള്ളവർ അല്ലെങ്കിൽ വയറിന് ചുറ്റും അമിതമായ വണ്ണം, പിന്നെ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള അവസ്ഥയിൽ, പിന്നെ വ്യായാമം കുറഞ്ഞിരിക്കുന്ന ആൾക്കാരിലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. എന്നാൽ അത് മെലിഞ്ഞവരിലും കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും നമ്മൾ ഈ ഇൻസുലിൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാണ്. എന്നാൽ ഇൻസുലിന് കൂടുതലായിട്ടും ഉണ്ടായിട്ടും ഇൻസുലിൻ്റെ പ്രവർത്തനം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ്, അതായത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം ചെയ്യാതെ ഷുഗറിനെ കട്ട് ഡൗൺ ചെയ്യാതെ ഫാറ്റാക്കി മാറ്റുന്നതിലാണ് നമ്മൾ ഈ ഫാറ്റി ലിവർ കൂടി വരുന്നത്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസിലുള്ള ആൾക്കാർക്ക് ഫാറ്റി ലിവർ മിക്കപ്പോഴും കാണാം. ചിലവരിൽ ഇത് ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മളുടെ പ്രതിരോധ കോശങ്ങൾ ലിവറിനെ എഗെയിൻസ്റ്റായി കാണുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ളവർക്കും ഓട്ടോ ഇമ്മ്യൂണിറ്റി ആയിട്ടുള്ളവർക്കും ഈ ഫാറ്റി ലിവർ ഉണ്ടാവാം. പിന്നെ ചിലവരിലൊക്കെ ഇത് ജനറ്റിക് ആവാം. പിന്നെ ചില ഡെഫിഷ്യൻസി കാരണമാവും. വിറ്റമിൻ D, അതുപോലെ വിറ്റമിൻ K, അങ്ങനെ കോളീൻ ഒക്കെ ഡെഫിഷ്യൻസിയിലാവാം. ഇപ്പോൾ കോളീനൊക്കെ ആണെങ്കിൽ നമുക്ക് എഗ്ഗ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സപ്ലിമെൻ്റ് എടുത്തിട്ടോ, ഇനി വിറ്റമിൻ D ആണെങ്കിൽ വെയിലിലോ, ഇനി അങ്ങനെ വിറ്റമിൻ K ആണെങ്കിൽ മുളപ്പിച്ച പയറോ, വിറ്റമിൻ E ആണെങ്കിൽ അവക്കാഡോയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് സപ്ലിമെൻ്റ് ഏതാണെന്ന് കഴിച്ചിട്ട് നമുക്ക് അത് ഓവർകം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിറ്റമിൻ D, വിറ്റമിൻ K, വിറ്റമിൻ E, അതുപോലെ omega-3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ കോളൈൻ, ഈ ഡെഫിഷ്യൻസിയൊക്കെ നമ്മൾ ഭക്ഷണത്തിലൂടെ ഓവർകം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കരളിലെ ഇൻഫ്ലമേഷൻസ് കുറയാൻ സഹായിക്കും. അതുപോലെ കരളിലുണ്ടാവുന്ന ഇലാസ്റ്റിസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസി ഇല്ലാതെ നോക്കാനും ഒക്കെ നമുക്ക് സഹായകരമാവും. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കണം. എന്നാൽ ഈ ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മൾ ജ്യൂസാക്കി കഴിക്കാൻ നോക്കരുത്. കാരണം ഫ്രൂട്ട്സ് എപ്പോഴും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതിൽ കൂടുതലായിട്ട് ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മളത് ജ്യൂസാക്കുന്നതോടുകൂടി ജ്യൂസിലുള്ള ഫൈബർ കണ്ടൻറ്റ് പോവുകയും ഫ്രക്ടോസ് കൂടുകയും ചെയ്യും. ഇത് മിക്കപ്പോഴും ഫാറ്റി ലിവറിനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫാറ്റി ലിവർ 1 അല്ലെങ്കിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന ഈ അവസ്ഥ നമുക്ക് മരുന്നില്ലാതെ തന്നെ ക്യൂർ ചെയ്യാനുള്ള ഒരു സൂത്രമാണ്. അതായത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് ചെയ്യുക. അതായത് സ്ക്വാറ്റ് ചെയ്യുക, പിന്നെ സ്വിമ്മിങ്, അങ്ങനെ കൂടുതലായിട്ട് കലോറി ബേൺ ഔട്ട് ചെയ്യുന്ന എക്സസൈസും, പിന്നെ ഒരു ഗുഡ് സ്ലീപ്പ്, നമുക്ക് റിലാക്സ് ആവുന്ന ഒരു സ്ലീപ്പും, നന്നായിട്ട് വെള്ളവും, പിന്നെ ഈ ഡയറ്റിലും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഗ്രേഡും മരുന്നില്ലാതെ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്.